നീ എന്തായി കാണിക്കുന്നേ? ഞങ്ങൾ തല്ലാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തുകയില്ല. ഇടിക്കുന്ന ഇടിയില് എല്ലാവരും പഞ്ചറാകും. പിന്നെ എല്ലാവരും കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. അതിന്റെ ആവശ്യമുണ്ടോ? അവന്മാര് പോയാലെന്താ, നിങ്ങളെയൊക്കെ നോക്കാൻ ഈ ഡോളി മതി. അതെ ചേട്ടാ, ഇതിന്റെയൊക്കെ കാശ് എത്രയായി? 465 രൂപ. എന്റെ അമ്മ എന്തൊരു ചൂടാ. ഒരു ഐസ്ക്രീം കഴിക്കാം. ചേട്ടാ, എനിക്ക് ഒരു ചോക്കോബാർ എടുത്തു തന്നെ. 50 രൂപ. 50? എന്നാ ഓറഞ്ച് കാൻഡി തന്നാ മതി. ചോക്കോബാർ കഴിക്കണം എന്നുണ്ടെങ്കിൽ ചോക്കോബാർ തന്നെ കഴിക്കൂടിയേ. അതിന് 35 രൂപയ്ക്കൊന്നും ചോക്കോബാർ ഈ ചേട്ടൻ തരൂല. ക്യാഷ് ഞാൻ കൊടുത്തേക്കാം, പിന്നെ തന്നാ മതി ഡിയർ. ഞാനാണ് ഹണി, ബട്ട് ഐ എം നോട്ട് ഇന്റലിജന്റ്. ഡോളി ബൈ. എടാ, നിനക്കെന്താടാ കണ്ണ് കണ്ടൂടെ? കണ്ണ് കാണാൻ പറ്റുമല്ലോ, നിനക്ക് ഞാനിപ്പോ കാണിച്ചു തരാടാ. ഞങ്ങളോട് വഴക്കുണ്ടാക്കുന്നോ? വഴക്കുണ്ടാക്കാൻ മാത്രമല്ല, എനിക്ക് തല്ലാനും അറിയാം. നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഡിയർ. നീ വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ശരിക്കും അവന്മാരെ പഞ്ഞിക്കിട്ടേനെ. ബട്ട് താങ്ക് യു, നീ വളരെ ലക്കിയാണ്. എനിക്കറിയാം ഡിയർ, നീ വളരെ സ്നേഹമുള്ളവരാണ്. നല്ല വെയിലുണ്ട്, നീ എന്റെ അമ്പർല എടുത്തോളൂ. ഞാൻ വൈകിട്ട് കട അടച്ചിട്ട് വന്ന് തിരികെ വാങ്ങിക്കോളാം. അതിന് നിനക്കെന്റെ വീട് അറിയോ? അറിയില്ല, നീ എന്തായാലും അഡ്രസ് പറയൂ ഡിയർ. ഓ, അത് ശരിയാ. സിറ്റിയിൽ വന്നിട്ട് ആരോട് വേണമെങ്കിലും ചോദിച്ചാ മതി. ഹണി ബണി എവിടെ താമസിക്കുന്നെന്ന് അവര് പറഞ്ഞു തന്നോളൂന്നേ. അപ്പൊ ഞങ്ങളെ കാണാം. ഒരിക്കൽ കൂടി നിനക്ക് താങ്ക് യു. നീ എന്തായാലും കലക്കി ഡോളി. ഡോളി എന്നാൽ ഒരു വലിയ സംഭവമാണ്. നിങ്ങൾ കണ്ടോളൂ, ഇവനെ ഞാൻ എങ്ങനെയാണ് എന്റെ വലയിലാക്കാൻ പോകുന്നതെന്ന്. എന്തും നീ ഹിറ്റാണ്, എപ്പോഴും ഫിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. പക്ഷേ എന്നാൽ നീ അങ്ങനെയല്ല. അത് പിന്നെ ഞാനൊരു കവിത പറഞ്ഞാണ്. കവിത എങ്ങനെയുണ്ട് എന്റെ കവിത? പൊളിയല്ലേ? ഇത് കേൾക്കുന്നതിലും നല്ലത് നടുക്കടലിൽ പോയി തുഴയുകയാണ്. സംശയമുണ്ടോ? ദേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും സ്ത്രീകളെ ബഹുമാനിക്കണം. അതല്ലാതെ അവരുടെ കൊട അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്നത് ശരിയല്ല. സംശയമുണ്ടോ? അല്ലല്ല, ഇതെന്റെ ഫ്രണ്ട് ഡോളി തന്ന കൊടയാണ്. ഈ പുതിയ ഫ്രണ്ട് എവിടെ നിന്നാണ് കിട്ടിയത്? മാർക്കറ്റിൽ നിന്നാണ്. എടാ, നീ എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് കഴുതേ? ഫ്രണ്ട്സ് ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് കിട്ടുകയില്ല. നീയാണ് കഴുത. അവളെ എനിക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെയാ കിട്ടിയത്. അവൾ എന്നെ ഒരുപാട് സഹായിക്കുകയും ചെയ്തു. ഇപ്പൊ അവൾ എന്റെ കൂട്ടുകാരിയുമാണ്. വളരെ സ്നേഹമുള്ളവളാ. എന്നെ അവിടെ വെച്ച് അവള് വിളിച്ചത് ഡിയർന്നാ. ഡിയർ. എടാ, അങ്ങനെയൊന്നും ആരും ഫ്രണ്ട് ആവുകയില്ല. പക്ഷെ അവളൊരു നല്ല കുട്ടിയാ ബണ്ണി. എല്ലാം സമ്മതിച്ചു. അതൊക്കെ വിട്ടേക്ക്. ബണി, സ്കൂട്ടർ പഞ്ചറായിരിക്കാണ്. അത് എത്രയും പെട്ടെന്ന് നന്നായി കൊണ്ടുവരണം. ഹലോ ഡിയർ. അല്ല, നീ വൈകുന്നേരം വരാൻ ഇരിക്കുവായിരുന്നില്ലേ? ഇതുവഴി വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പൊ അമ്പല കൂടി വാങ്ങാലോ എന്ന് വിചാരിച്ചു. ശരിയാണ്, ചില വഴികൾ അങ്ങനെയാണ്. നമ്മൾ എത്ര നടന്നാലും ആ വഴി തീർച്ചയായിട്ടും വരില്ല. വേറെ വഴിയേ വരികയുള്ളൂ. എന്താ പറഞ്ഞു വരുന്നത്? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാ. എന്റെ പേര് പോപ്പട്ട് എന്നാണ്. സംശയമുണ്ടോ? നിങ്ങൾ തന്നെ പറയുമ്പോൾ എനിക്ക് എന്തിനാണ് സംശയം ഡിയർ? ഡിയർ ഡിയർ എന്ന് പറഞ്ഞു വരുമ്പോ കൂട്ടുകാരനെന്ന് പറഞ്ഞു. തത്വല്ലേ, അത് നീ പുറത്തു പോയിട്ട് മറ്റാരോടെങ്കിലും പറഞ്ഞാ മതി. ഹണി, നീ എന്റെ അമ്പർല ഒന്ന് കൊണ്ടുതരാവോ? അതാ ഇപ്പൊ കൊണ്ടുവരാം.
വാവ്, സ്പോർട്സ് ഷൂസ്. നാളെ എനിക്കൊരു റേസ് ഉണ്ട്. നീ ഇതെനിക്കൊന്ന് കടം തരാവോ? ആ അതിനെന്താ, നീ അതെനിക്ക് നാളെ തിരിച്ചു തന്നാ മതി. ഇതേ ബണ്ണിയുടെ ഷൂ ആണ്. ഷുവർ ഡിയർ. എടാ, ഞാൻ പുതിയ ഷൂസ് ഒന്നും ഇട്ടുപോലും നോക്കിയില്ല. നാളെ മാച്ചിന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അയ്യോ, എന്റെ ഷൂസ് അവിടെ പോയി. അത് ഡോളി ഒരു ദിവസത്തേക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുക. നാളെ അവൾക്ക് റേസ് ഉള്ളതല്ലേ, അത് അവള് തിരിച്ചു തന്നോളന്നേ. നിനക്ക് കോഫി ഉണ്ടാക്കി തരാനായി എനിക്കൊരു കോഫി മേക്കർ വേണമായിരുന്നു ഡിയർ. അത് വാങ്ങാനായി നീ എനിക്ക് കുറച്ച് കാശ് തരാമോ? ഞാനത് പിന്നീട് തിരിച്ചു തരാം. ഇതെന്താണ് ഡിയർ? ഹണിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊച്ചു കൊച്ചു സാധനങ്ങൾ വാങ്ങിച്ചാ മതിയോ? നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിച്ചൂടെ? വാങ്ങിക്കാൻ ഡിയർ. പൊന്മുട്ടയിടുന്ന താറാവിനെ ഒറ്റയടിക്ക് കൊല്ലാൻ പാടില്ല. ഐ എം സോറി ഡിയർ. നിന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. സമയത്തിന് കാശ് കിട്ടാഞ്ഞിട്ടാണ്. It's all right. എന്തു പറ്റി? നീ എന്തെങ്കിലും വിഷമിച്ച് നിൽക്കുന്നേ? അതൊന്നുമില്ല ഡിയർ. നീ ഡിയർ എന്ന് വിളിക്കുന്നുണ്ട്, എന്നാ കാര്യോട്ട് പറയുന്നില്ല. ഓ ഡിയർ, ഇന്ന് എനിക്ക് പാർട്ടിക്ക് പോകാനുള്ളതാണ്. ഹൈ ലെവൽ പാർട്ടിയാണ്. ബാങ്ക് ആണെങ്കിൽ ക്ലോസ് ആവുകയും ചെയ്തു. അത് ശരി. അപ്പൊ അത് കാരണം ആർക്കും പാർട്ടിയിൽ പോകാൻ പറ്റില്ല. അതിരിക്കട്ടെ, ബാങ്കിൽ എന്തിനാ പാർട്ടി നടത്തുന്നേ? അല്ല, പാർട്ടി നടക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലിലാണ് ഡിയർ. നീ അങ്ങോട്ട് പോകുന്നേ? ബാങ്ക് അടച്ചതിന് നീ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ? ഡിയർ, എന്റെ ആഭരണങ്ങളെല്ലാം ബാങ്ക് ലോക്കറിലാണ്. ഇപ്പൊ ഞാൻ പാർട്ടിക്ക് എന്താണ് ഇട്ടുകൊണ്ട് പോവുക? ഇത്ര ഉള്ളോ കാര്യം? എന്റെ കയ്യിലെ ഒരു വലിയ സ്കാർഫ് ഉണ്ട്, അത് പോരെ? പെൺകുട്ടികൾ സ്കാർഫ് അല്ല പാർട്ടിക്ക് ഇട്ടുകൊണ്ട് പോവാ, നെക്ലേസ് ആണ്. മേഡവും നെക്ലസ് അണിഞ്ഞുകൊണ്ടാ പാർട്ടിയിലൊക്കെ പോവാറുള്ളത്. എന്റെ അടുക്ക് ഒരു ഐഡിയ ഉണ്ട്. എന്താ? ഡിയർ, നിന്റെ മാഡത്തിന്റെ നെക്ലേസ് എനിക്കൊന്ന് കടം തരാവോ? അതിനെന്താ? ഏതാ തരേണ്ടത്? ഗോൾഡ് ആണോ അല്ലെങ്കിൽ ഡയമണ്ട് ആണോ? ഐ എം കൺഫ്യൂസ്ഡ്. നീ എനിക്ക് രണ്ടും തന്നേക്കൂ. എന്റെ ഡ്രസ്സിന് ചേരുന്നത് ഏതാണോ അത് രണ്ടും ഇട്ട് നോക്കാം. ഓക്കേ. ബൈ. ഡോളി സ്കൂട്ടർ കൊണ്ടുപോയോ? അവള് ഷൂവും ബാക്കിയുള്ള സാധനങ്ങളും തന്നിട്ടാ പോയത്. അവള് വളരെ നല്ലവളാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ ആഭരണവും കൊടുത്തു. ആഭരണോ? അതേന്നെ, മേഡത്തിന്റെ ഡയമണ്ടിന്റെയും ഗോൾഡിന്റെയും മാലകളും ഒരു ദിവസത്തേക്ക് വാങ്ങിക്കൊണ്ട് പോയേ. അത് തിരിച്ചു തരുമെന്നേ. പക്ഷെ അവളിപ്പോ ജനൽ വഴി എന്തിനാ ചാടി പോയെന്നാ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാവാത്തത്. നീ കഴുതയാണ്. കഴുത. നീ സാധാരണ കഴുതയല്ല, നീ ഒരു കോർ കഴുതയാണ്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ആയിട്ടാണല്ലോ പുകഴ്ത്തുന്നത്. അതേടാ, നീ ഒരു കോവർ കഴുത തന്നെയാണ്. നിന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം വാങ്ങിച്ചോണ്ട് പോയി അവൾ അത് വിറ്റ് കാശാക്കി അവൾ അടിച്ചു പൊളിക്കും. എന്നാൽ നമ്മൾ മേഡത്തിന്റെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങും. അയ്യോ, വേഗം കോളിയോക്ക്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വേഗം വാ, നമുക്ക് അവളെ വീട്ടിലേക്ക് പോകാം. ഹണി, അവളുടെ വീട് എവിടെയാന്ന് പറ. എനിക്കതിന് അഡ്രസ് ഒന്നും അറിയില്ല. എനിക്കാണെങ്കിൽ അവളുടെ വീട്ടിലോട്ടുള്ള വഴി അറിയില്ല. ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിനക്ക് എന്തെങ്കിലും അറിയാവോ? അത് അവളെന്റെ നല്ലൊരു കൂട്ടുകാരിയാണ്. ബായ്, നിങ്ങൾക്ക് തമാശ കൊണ്ട് വന്നിരിക്കുകയാണ്. ചട്നി കൊടുത്തിട്ടുണ്ടോ? എടാ മണ്ട, നമ്മളിങ്ങനെ ചട്നി ആവാൻ പോകുന്ന സമയത്താണോ നീ ചട്നി ചോദിക്കുന്നേ? മറ്റാമാരെ എന്തു പറ്റി? ഞങ്ങളുടെ ഭാഗ്യം എന്ന വള്ളത്തിന് ഓട്ട വീടിരിക്കുകയാണ്. പായ കീറിയിരിക്കുകയാണ്. പങ്കായം ഒടിഞ്ഞും പോയി. വെറുതെ ടെൻഷൻ അടിക്കണ്ട, വേറെ വള്ളം വാങ്ങിച്ചാ പോരെ. എടാ, ഹണിയെ പറ്റിച്ച ഡോളി നെക്ലസ് വാങ്ങിച്ചോണ്ട് പോയിരിക്കുകയാണ്. ലക്ഷങ്ങൾ വില വരുന്ന നെക്ലസാ. ആര്? ഡോളി ഡയറാണോ കൊണ്ടുപോയത്? നിനക്കറിയോ? ആ, അവളുടെ വീട് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ നേരെ പൊക്കോ, ഞാൻ ഇൻസ്പെക്ടർ പാണ്ഡ്യയെയും കൊണ്ടുവരാം. എന്നാ പോകാം. അവളാണ് ഡോളി. അല്ല, നീ എന്താ പാർട്ടിക്ക് പോയില്ലെങ്കിൽ നിനക്ക് മാറിക്കടല്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നീ ഹണിയുടെ ഫ്രണ്ട് ആണെങ്കിലേ നീ ഞങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ്. ഹണി നിനക്ക് ആഭരണം തന്നല്ലേ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതെ, ഒറിജിനൽ ഞങ്ങളുടെ വീട്ടിലെ ലോക്കറിലാ ഉള്ളത്.
ഓ താങ്ക് യു ഡിയർ. അതിന് ബാഗിൽ തന്നെ ഉണ്ട്. ഇതാ, നിങ്ങൾ വീട്ടിൽ പോയി ഒറിജിനൽ എടുത്തിട്ട് വരൂ, എനിക്ക് പാർട്ടിക്ക് പോവാനായിട്ട്. ഒരു മിനിറ്റ്, അപ്പൊ പിന്നെ നിങ്ങൾ വീട്ടിൽ വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് മാലയ്ക്ക് വേണ്ടി എന്തിനാ ഇത്ര പേടിച്ചത്? ഒന്നുമില്ല, ഞങ്ങള് ഡോളിയെ ഓർത്താണ് പേടിച്ചത്. അവള് പാർട്ടിയിലെ ഡ്യൂപ്ലിക്കേറ്റ് നെക്ലസ് ഇട്ടോണ്ട് പോവായിരുന്നല്ലോ. സംശയമുണ്ടോ? ഒരു സംശയമുണ്ട്. അഥവാ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ വീട്ടിൽ വെച്ച് കിറ്റ്കിറ്റ് എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ മാലയാണെന്ന്. എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട ഡിയർ. നീ എന്തായി കാണിക്കുന്നേ? ഞങ്ങൾ തല്ലാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തുകയില്ല. ഇടിക്കുന്ന ഇടിയില് എല്ലാവരും പഞ്ചറാകും. പിന്നെ എല്ലാവരും കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. അതിന്റെ ആവശ്യമുണ്ടോ? അവന്മാര് പോയാലെന്താ, നിങ്ങളെയൊക്കെ നോക്കാൻ ഈ ഡോളി മതി. ഇവളെ ഒരു കാരണവശാലും തല്ലില്ല. ഇവളെ തല്ലേണ്ട ആവശ്യമേ ഇല്ല. ഇവന്മാരെ തല്ലിയാ മതി. അത് മതി. നിന്റെ ബുദ്ധി അപാരം തന്നെ. സംശയമുണ്ടോ? എടാ, എല്ലാരും ഒന്ന് മാറി നിക്ക്. എങ്ങോട്ടാണ് പോകുന്നത് ഡോളി ഡിയർ? പാണ്ടാസ് ഹിയർ. ഈഷ്, എല്ലാവരെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യൂ. ഞങ്ങളാണ് സാക്ഷി. താങ്ക് യു കുട്ടികളെ. ഇവൾ കാരണം ഈ സിറ്റിയിൽ ഒരുപാട് പേർ കഷ്ടപ്പെടുകയായിരുന്നു. നീ എന്തായി കാണിക്കുന്നേ? ഫൈറ്റ് ചെയ്ത് എനിക്ക് വല്ലാതെ വിശപ്പ് തോന്നി. എന്തിനാണ് അതൊക്കെ കഴിക്കുന്നത്? ഇവിടെ ജയിലാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല ട്രീറ്റ് തന്നേക്കാം. യേ!